നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ 12 സെഷനുകളിലും റാലി തുടർക്കഥയാക്കി നിഫ്റ്റി ആദ്യമായി 25,200 മറികടന്നു. ഓഗസ്റ്റിന്റെ അവസാന വാരം 3 സെഷനുകളിലും പുതിയ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞു. ഇതോടെ ജൂൺ 4-ന് രേഖപ്പെടുത്തിയ 21,281.45 എന്ന ലോയിൽ നിന്നും 4,000-ഓളം പോയിന്റിന്റെ റെക്കോർഡ് കുതിപ്പാണ് 2 മാസങ്ങൾ കൊണ്ട് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ചയും നേട്ടം പ്രകടമാക്കിയ ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികൾ പ്രതിവാര അടിസ്ഥാനത്തിലും മുന്നേറി. 1.66% നേട്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 0.82% നേട്ടം. 4.13% നേട്ടം നൽകിയ IT സൂചികയാണ് സെക്ടറൽ സൂചികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 3%-ലധികം നേട്ടം നൽകിയ റിയൽറ്റി ഫാർമ സൂചികയും 1.5%-ലധികം നേട്ടം നൽകിയ മീഡിയ സൂചികയും മുന്നിട്ടു നിന്നു. 0.5%-ലധികം ഇടിഞ്ഞ FMCG മേഖലയാണ് സൂചികളിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത്. ബ്രോഡർ മാർക്കറ്റിലും നേട്ടം പ്രകടമായിരുന്നു. BSE മിഡ് ക്യാപ് 1.54% മുന്നേറിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക 0.61% നേട്ടവും രേഖപ്പെടുത്തി. ആഗോളതലത്തിൽ US വിപണിയെ സംബന്ധിച്ച് പോയ വാരത്തിൽ വന്ന ഡാറ്റകളെല്ലാം വിപണിക്ക് അനുകൂലമായി തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചതിലും ഉയർന്ന GDP കണക്കുകളും അനുമാനങ്ങൾക്കൊത്തുള്ള PCE ജോബ്ലെസ് ക്ലെയിം ഡാറ്റകളും ഒക്കെ വന്നെങ്കിലും ചിപ്പ് നിർമ്മാണ ഭീമനായ NVIDIA മാനേജ്മെന്റ് ഗൈഡൻസ് നിക്ഷേപക പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തത് സൂചികകളിൽ പ്രതിഫലിച്ചു. എങ്കിലും വെള്ളിയാഴ്ച പുതിയൊരു സർവകാല റെക്കോർഡ് ഉയരത്തിലാണ് ഡൗ ജോൺസ് അവസാനിച്ചത്. തുടർച്ചയായ 4-ാം മാസത്തിലും നേട്ടത്തോടെ അവസാനിക്കാൻ S&P 500 സൂചികക്കും സാധിച്ചു. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൗ ജോൺസ് 0.94%, S&P 500 സൂചിക 0.24%, നാസ്ഡാക്ക് കോമ്പോസിറ്റ് 0.92% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. 4 സെഷനുകൾ മാത്രമുള്ള വാരത്തിലേക്ക് US വിപണി കടക്കുമ്പോൾ സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച വരുന്ന ഓഗസ്റ്റിലെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, ISM മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ നിർണായകമാകും. നിർമ്മാണ മേഖലയുടെ സ്ഥിതിഗതികളെ വ്യക്തമാക്കുന്ന പ്രധാന ഇൻഡിക്കേറ്ററാണ് മാനുഫാക്ചറിംഗ് PMI. 50-ന് മുകളിലാണ് PMI എങ്കിൽ മേഖല ശക്തമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തുടർച്ചയായ 4 മാസങ്ങളിലായി മാനുഫാക്ചറിംഗ് PMI 50-ന് താഴെയായാണ് തുടരുന്നത്. അതിനാൽ തന്നെ ഈ സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നതാകും നിക്ഷേപകർ ഉറ്റുനോക്കുക. 48 ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ PMI. ISM മാനുഫാക്ചറിംഗ് PMIയും 46.8 റിപ്പോർട്ട് ചെയ്തത്. ഓഗസ്റ്റിലും തൽസ്ഥിതി ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. എന്നാൽ പ്രതീക്ഷകളെ മറികടന്നുകൊണ്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തിയാൽ അത് വിപണിയെയും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഹരികളെയും ഉത്തേജിപ്പിക്കും. സെപ്റ്റംബർ 4 ബുധനാഴ്ച വിപണിയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുക ജോൾസ് ജോബ് ഓപ്പണിംഗ്സ് കണക്കുകളാണ്. ജൂലൈ 30-ന് വന്ന കണക്കുകൾ പ്രകാരം ജൂണിൽ 8.18 മില്യൺ പുതിയ ജോബ് ഓപ്പണിംഗ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൂലൈ മാസത്തിൽ ഈ ട്രെൻഡ് തുടരാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാകും നിർണായകം. തുടർന്ന് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച പതിവ് പോലെ വരുന്ന ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പ്രാധാന്യമർഹിക്കുന്നു. ഈ ഡാറ്റയ്ക്കൊപ്പം അന്ന് ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് കണക്കുകളാണ് വരുന്നത്. സ്വകാര്യ മേഖലയിലെ കാർഷിക ഇതര തൊഴിലുകളുടെ എണ്ണത്തിൽ ഉണ്ടായ മാറ്റമാണ് കണക്ക് വ്യക്തമാക്കുന്നത്. ജൂലൈയിൽ 1,22,000 തൊഴിലുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. കണക്കുകളിൽ കുറവ് വരുന്നത് വിപണിക്ക് അനുകൂലമല്ല. അതിനാൽ തന്നെ ഈ ഇടിവ് തുടരുകയാണെങ്കിൽ അതിനോട് വിപണി എങ്ങനെ പ്രതികരിക്കും എന്നത് ശ്രദ്ധേയമാകും. നിർമ്മാണ ഇതര മേഖലയിലെ ചിത്രം വ്യക്തമാക്കുന്ന ISM നോൺ മാനുഫാക്ചറിംഗ് PMI, ISM നോൺ മാനുഫാക്ചറിംഗ് പ്രൈസ് കണക്കുകൾ വ്യാഴാഴ്ചയാണ് അറിയാൻ സാധിക്കുക. നോൺ മാനുഫാക്ചറിംഗ് PMI ജൂലൈയിൽ 50-ന് മുകളിൽ തന്നെയാണ് തുടർന്നത്. വ്യാഴാഴ്ച തന്നെ പുറത്തു വരുന്ന മറ്റു പ്രധാന ഡാറ്റകൾ S&P ഗ്ലോബൽ സർവീസ്, കോമ്പോസിറ്റ് PMI എന്നിവയാണ്. സർവീസ് രംഗത്ത് 50-ന് മുകളിൽ തുടരുന്നതാണ് ഗുണകരം. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾ കണക്കുകളും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കണക്കുകളും വരും. കാർഷിക ഇതര മേഖലകളിൽ എത്രത്തോളം ജീവനക്കാരെ നിയമിച്ചു എന്നതാണ് പേറോൾ ഡാറ്റ വ്യക്തമാക്കുന്നത്. തൊഴിൽ വിപണിയുടെ ട്രെൻഡ് മനസ്സിലാകുന്നതിൽ ഏറ്റവും അധികം സഹായിക്കുന്ന ഡാറ്റ കൂടിയാണിത്. ജൂലൈയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ഇടിവ് കണക്കുകളിലുണ്ടായി. അതിനാൽ തന്നെ ഡാറ്റയും വിപണിയിൽ ചലനമുണ്ടാക്കും. തൊഴിലില്ലായ്മ നിരക്കും 4.3% ഉയർന്നിരുന്നു. ഈ സ്ഥിതി തുടരുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതികൂലമാണ്. ഡാറ്റകൾക്ക് പുറമെ ക്രിസ്റ്റഫർ വാലർ, ജോൺ വില്യംസ് മുതലായ FOMC അംഗങ്ങളുടെ പ്രസ്താവനകളും വെള്ളിയാഴ്ച അറിയാം. യൂറോസോണിൽ പോയ വാരം CPI കണക്കുകൾ വന്നിരുന്നു. 3 വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് CPI കണക്കുകൾ കുറഞ്ഞതിനാൽ സെപ്റ്റംബറിൽ വീണ്ടും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉയർന്നു. കണക്കുകൾ വരാനിരിക്കെ വെള്ളിയാഴ്ച ഇടിവിലേക്ക് പോയെങ്കിലും വാരാടിസ്ഥാനത്തിൽ നേട്ടത്തോടെയാണ് സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡാക്സ് സൂചിക 1.47%, FTSE 100 സൂചിക 0.59%, CAC 40 സൂചിക 0.71% നേട്ടം പ്രകടമാക്കി.
വരുന്ന ആഴ്ചയിൽ യൂറോസോൺ മേഖലയെയും സ്വാധീനിക്കുന്നത് കോമ്പോസിറ്റ്, മാനുഫാക്ചറിംഗ്, സർവീസ് PMI കണക്കുകളാണ്. ജർമ്മനി, യൂറോസോൺ, ഫ്രാൻസ്, UK എന്നിവിടങ്ങളിലെ മാനുഫാക്ചറിംഗ് PMI സെപ്റ്റംബർ 2 തിങ്കളാഴ്ചയാണ് വരിക. UK ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും മാനുഫാക്ചറിംഗ് PMI ജൂലൈ മാസത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. അന്നേ ദിവസം ജർമ്മനിയുടെ റീറ്റെയിൽ സെയിൽ കണക്കുകളും വരുന്നുണ്ട്. ജർമ്മനിയെ സംബന്ധിച്ച് സെപ്റ്റംബർ 3 ജർമ്മനിയിലെ ദൂഷ്യ ബോണ്ടാസ് ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ യുവാക്കിം നെയ്ഗലിന്റെ പ്രസ്താവനയും നിർണായകമാകും. ഒപ്പം ഈ രാജ്യങ്ങളുടെ സർവീസ് PMI കണക്കുകളും UK, ജർമ്മനി എന്നിവിടങ്ങളിലെ കോമ്പോസിറ്റ് കണക്കുകളുമാണ് വിപണിയിൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഡാറ്റ. സെപ്റ്റംബർ 4 ബുധനാഴ്ചയാണ് ഈ കണക്കുകൾ അറിയാൻ സാധിക്കുക. മേഖലയിലെ സർവീസ് PMI, കോമ്പോസിറ്റ് കണക്കുകൾ എന്നിവ ശക്തമായി തന്നെയാണ് നിലനിൽക്കുന്നത്. സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച വരുന്ന രണ്ടാം പാദ യൂറോസോൺ മേഖലയിലെ GDP എസ്റ്റിമേറ്റ്സും വിപണികളിൽ ചലനമുണ്ടാക്കും. ജർമ്മനിയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകളും അന്നേ ദിവസം വരും. മാസാടിസ്ഥാനത്തിൽ -0.2% ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറഞ്ഞേക്കാമെന്നാണ് അനലിസ്റ്റുമാർ അനുമാനിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ആഴ്ചയുടെ തുടക്കത്തിൽ ബ്രെന്റ് ക്രൂഡ് വിലയിൽ ചെറിയ വർധനവുണ്ടായിരുന്നെങ്കിലും വാരാന്ത്യത്തിൽ 1.73% ഇടിവിൽ ബാരലിന് $76.76 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 2.08% ഇടിഞ്ഞ് ബാരലിന് $74.27 എന്ന നിലയിലും അവസാനിച്ചു. ഒപെക് ഒക്ടോബർ മാസം മുതൽ ഓയിൽ സപ്ലൈ വർദ്ധിപ്പിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത് ഓയിൽ വിലയിൽ സമ്മർദ്ദം സൃഷ്ടിച്ചു. അതുകൂടാതെ ക്രൂഡ് ഇൻവെന്ററിയിലും പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ഇടിവാണ് പോയ വാരത്തിൽ രേഖപ്പെടുത്തിയത്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $76.56 സപ്പോർട്ട് പരിഗണിക്കാം. തുടർന്ന് 74.06 എന്ന ലെവലും 72.46 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. $80.66 റേഞ്ചിൽ ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $82.26 തുടർന്ന് $84.76 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് 200-ഡേ SMA ലെവലായ $77.55 ആദ്യ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഈ ഒരു മേജർ റെസിസ്റ്റൻസ് മറികടന്നാൽ 100-ഡേ SMA ലെവലായ $78.54 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 5 ക്രിയേറ്റ് ചെയ്ത ലോ ലെവലായ $72.02 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. തുടർന്ന് $70 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $68 $67.11 പിന്തുണ പരിഗണിക്കാം. ആഗോള സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 0.36% ഇടിവോടുകൂടി ട്രോയ് ഔൺസിന് $2502.98 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US കോർ PCE ഡാറ്റ പ്രതീക്ഷിച്ചതിലും കുറവ് രേഖപ്പെടുത്തിയത് സ്വർണത്തെ സംബന്ധിച്ചും അനുകൂലമാണെങ്കിലും ഇത് സ്വർണ്ണവിലയെ കാര്യമായി ബാധിച്ചില്ല. ചൈനയുടെ ഷോർട്ട് ടേം ഗോൾഡ് ഡിമാൻഡ് ഇടിവ് രേഖപ്പെടുത്തുന്നത് സ്വർണ്ണവിലയെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ സെപ്റ്റംബറിൽ ഫെഡ് റേറ്റ് കട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ സ്വർണ്ണവിലയ്ക്ക് പിന്തുണ നൽകി. ടെക്നിക്കൽ സൈഡിൽ സർവകാല ഉയരമായ $2531.67 എന്ന ലെവലും തുടർന്ന് $2550 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഡൗൺ സൈഡിൽ $2500 തുടർന്ന് $2485 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ $2470 വരെ സ്വർണ്ണവില താഴ്ന്നേക്കാം. വിദേശ നിക്ഷേപം വർദ്ധിച്ചത് രൂപയ്ക്ക് പിന്തുണ നൽകിയെങ്കിലും ഡോളർ ശക്തി പ്രാപിക്കുന്നത് രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. പ്രതിവാരത്തിൽ 0.07% ഇടിവോടെ 83.84 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സൈക്കോളജിക്കൽ ലെവലായ 84 രൂപയിലാണ്. തുടർന്ന് 84.24 എന്ന ലെവലും അവിടെ നിന്നുമുള്ള മുന്നേറ്റം 84.50 രൂപയിലും സപ്പോർട്ട് എത്തിയേക്കാം. മറുവശത്ത് 83.77 രൂപ റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. തുടർന്ന് 100-ഡേ മൂവിംഗ് ആവറേജ് ആയ 83.61 രൂപയും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. പോയ വാരത്തിൽ FIയുടെ ഭാഗത്തു നിന്നും നെറ്റ് ബൈയിങ് ആണ് ഉണ്ടായത്. FII 9217.29 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ DII 1198.27 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാക്രോ തലത്തിൽ പോയ വാരത്തിൽ വെള്ളിയാഴ്ച വന്ന GDP ക്വാർട്ടർലി നമ്പേഴ്സും ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട്, ഫെഡറൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കുകളും തന്നെയായിരുന്നു പ്രധാനം. രാജ്യത്തിന്റെ GDP ഏപ്രിൽ-ജൂൺ കാലയളവിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം മുൻ വർഷത്തെ 8.2% താരതമ്യം ചെയ്യുമ്പോൾ 15 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 6.7%. കാർഷിക മേഖലയുടെ മോശം പ്രകടനമാണ് ഇതിന് പ്രധാന കാരണം.
GDP വളർച്ച 5 പാർട്ടിലെ ഏറ്റവും താഴ്ന്ന നിലയായിരുന്നിട്ടും ഏപ്രിൽ ജൂൺ പാർട്ടിൽ ചൈനയുടെ GDP വളർച്ച 4.7% ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഇപ്പോഴും തുടരുകയാണ്. എന്നിരുന്നാലും ഉൽപാദന മേഖലയിലെ വളർച്ച ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 7% ഉയർന്നു. 2023 ജനുവരി മാർച്ച് മാസങ്ങളിൽ GDPയുടെ മുൻപത്തെ ഏറ്റവും താഴ്ന്ന നിരക്ക് 6.2%. ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും ഉൽപാദനത്തിലുണ്ടായ ഇടിവ് കാരണം ഈ വർഷം ജൂലൈയിൽ 8 പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലെ ഉൽപാദന വളർച്ച 6.1% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന മേഖലകളുടെ വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ കുറവും എന്നാൽ പ്രതിമാസാടിസ്ഥാനത്തിൽ ഉയർച്ചയുമാണ് പ്രകടമാക്കിയിരിക്കുന്നത്. മൊത്തത്തിലുള്ള വ്യാവസായിക വളർച്ച അളക്കുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 8 പ്രധാന മേഖലകൾ 40.27% സംഭാവന ചെയ്യുന്നത്. ധനക്കമ്മി കണക്കുകൾ 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വാർഷിക ലക്ഷ്യത്തിന്റെ 17.2%-ലെത്തി. ഒരു വർഷം മുമ്പ് ഇത് 33.9%. ഏപ്രിൽ ജൂലൈ മാസങ്ങളിൽ ഇത് 2.77 ട്രില്യൺ രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ധനക്കമ്മി 5.6%. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ബഡ്ജറ്റിലെ GDPയുടെ 4.9% സർക്കാർ ലക്ഷ്യമിടുന്ന ധനക്കമ്മി. അടുത്ത വാരത്തിലേക്ക് വന്നാൽ സെപ്റ്റംബർ 2-4 തീയതികളിൽ വരുന്ന നിക്കൈ മാനുഫാക്ചറിംഗ് സർവീസസ് PMI കണക്കുകൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഉൽപാദന മേഖലയുടെ പുതിയ ഓർഡറുകളുടെ വളർച്ച മന്ദഗതിയിലായതിനാൽ ഓഗസ്റ്റിൽ ഇക്കണോമിക് ആക്ടിവിറ്റി നേരിയ തോതിൽ ഇടിവാണ് പ്രകടിപ്പിച്ചത്. PMI ജൂലൈയിലെ 58.1 നിന്ന് 57.9 എന്ന 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് താഴ്ന്നത്. അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്തിന്റെ സ്വകാര്യ മേഖല തുടർച്ചയായ 37-ാം മാസവും ശക്തമായ ഉൽപാദനം പ്രകടമാക്കിയതോടെ PMI ഔട്ട്പുട്ട് 60.4 രേഖപ്പെടുത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിയ ഇടിവുണ്ടായിട്ടും ഈ സുസ്ഥിരമായ വളർച്ച വിവിധ മേഖലകളിലുടനീളം ശക്തമായ ഡിമാൻഡിനെയാണ് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വാരത്തിലെ ഈ സുപ്രധാന ഡാറ്റകൾ നിർണായകമാകും. ഇതിനു പുറമെ അന്ന് തന്നെ മണി സപ്ലൈ കണക്കുകളും എത്തും. ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും പ്രതിവാര ഫോറക്സ് കണക്കുകളും 6-ാം തീയതിയാണ് വരാനിരിക്കുന്നത്. ബാങ്ക് വായ്പാ വളർച്ചയുടെ വേഗത മന്ദഗതിയിലാണ്. വാർഷിക പ്രകടനത്തിൽ വായ്പാ വളർച്ച 13.6%-ആയപ്പോൾ നിക്ഷേപ വളർച്ച 10.9%-ആയും രേഖപ്പെടുത്തി. സ്വാഭാവികമായും ബാങ്കുകളുടെ ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ബാങ്കുകൾക്ക് വെല്ലുവിളി നിറഞ്ഞ തുടക്കമാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. പലിശ നിരക്കും മാർജിനുകളും വർദ്ധിച്ചു വരുന്ന ക്രെഡിറ്റ് ചെലവുകളും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. ഫോറക്സ് റിസർവ് കണക്കുകളിലേക്ക് വന്നാൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം തുടർച്ചയായ 2-ാം ആഴ്ചയും പുതിയ റെക്കോർഡ് നില തൊട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 23 വരെ $681.69 ബില്യൺ റെക്കോർഡ് ഉയരത്തിലെത്തി. നേരത്തെ ഓഗസ്റ്റ് 16 അവസാനിച്ച ആഴ്ചയിൽ കരുതൽ ശേഖരം $4.54 ബില്യൺ വർദ്ധിച്ച് $674.66 ബില്യൺ എത്തിയിരുന്നു. റെക്കോർഡ് ഉയരങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യയുടെ ഫോറക്സ് കരുതൽ ശേഖരം കുതിക്കുമ്പോൾ ആ മുന്നേറ്റം വരുന്ന വാരത്തിലും തുടരുമോ എന്നതും വിപണി വീക്ഷിക്കും. കൂടാതെ കോർപ്പറേറ്റ് തലത്തിൽ പ്രതിമാസ ഓട്ടോ സെയിൽസ് ഡാറ്റകളും വരുന്ന വാരത്തിൽ ഓട്ടോ സൂചികയിൽ സ്വാധീനം ചെലുത്തും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്ത ആഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആണ്. 2009 ഫെബ്രുവരിയിൽ സ്ഥാപിതമായ ഡിസ്ക് സ്പ്രിംഗ് കോയിലുകൾ നിർമ്മിക്കുന്ന കമ്പനി IPOയിലൂടെ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 167.93 കോടി രൂപയാണ്. സെപ്റ്റംബർ 2 ആരംഭിക്കുന്ന കമ്പനിയുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 503 രൂപ മുതൽ 529 രൂപ വരെയാണ്. സബ്സ്ക്രിപ്ഷൻ 4 അവസാനിക്കുകയും തുടർന്ന് സെപ്റ്റംബർ 9 ലിസ്റ്റ് ചെയ്യുക. അതേസമയം കഴിഞ്ഞ ആഴ്ച IPOയുമായി എത്തിയ പ്രീമിയർ എനർജീസ് സെപ്റ്റംബർ 3 ഇക്കോസ് മൊബിലിറ്റി സെപ്റ്റംബർ 4 ബസാർ സ്റ്റൈൽ സെപ്റ്റംബർ 6 ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കുക. ടെക്നിക്കൽ സൈഡിൽ ഡെയിലി വീക്കിലി ബേസിസിലും ഫോളിംഗ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത നിഫ്റ്റി ഒരു സ്ട്രോങ് ആയ അപ്വേർഡ് മൊമെന്റമാണ് കാഴ്ചവെച്ചത്. തുടർച്ചയായി 5 ദിവസവും ഹയർ ഹൈ കാൻഡിൽസ് ഫോം ചെയ്ത് പുതിയ സർവകാല ഉയരത്തിലും എത്താൻ സാധിച്ചു.
ഡെയിലി ചാർട്ടിൽ വെള്ളിയാഴ്ച 25,268 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും നേരിയ സെൽ ഓഫ് അനുഭവപ്പെട്ട് 0.33% നേട്ടത്തോടെയാണ് നിഫ്റ്റിയിൽ ട്രേഡിംഗ് അവസാനിച്ചത്. അതോടൊപ്പം സ്പിന്നിംഗ് ടോപ്പിന് സമാനമായ ഒരു കാൻഡിൽ സ്റ്റിക് ഫോർമേഷനും കാണാൻ സാധിച്ചു. മറിച്ച് വീക്കിലി ബേസിസിൽ തുടർച്ചയായി 4ാം ആഴ്ചയും നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഒരു ലോങ് ബോഡിയുള്ള ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്ത് 1.5%-ലധികം നേട്ടം രേഖപ്പെടുത്തിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയുടെ ഈ പെർഫോമൻസും മൊമെന്റം ഇൻഡിക്കേറ്ററുകളിലുള്ള പോസിറ്റീവ് ബയസ് കണക്കിലെടുക്കുമ്പോൾ സൂചികയിൽ ഇനിയും ഒരു അപ്വേർഡ് മൂവ്മെന്റിന് സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഈ ഒരു മൂവ്മെന്റിന് മുമ്പ് ഒരു കൺസോൾട്ടേഷനും പ്രതീക്ഷിക്കാം എന്ന് അവർ കൂട്ടിച്ചേർത്തു. ഏഞ്ചൽ വൺ ടെക്നിക്കൽ അനലിസ്റ്റ് രാജേഷ് ബൊസാലെ പറയുന്നത് ചാർട്ടിൽ 25,200 അടുത്തായി ഉണ്ടായ ഗ്യാപ്പ് ഫിൽ ആയേക്കാം എന്നാണ്. അതായത് ചെറിയൊരു ഡൗൺ മൂവ് അനുഭവപ്പെട്ടേക്കാം എന്നർത്ഥം. ഇവിടെ 25,100, 25,080 ഒരു പ്രധാന സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. മറിച്ച് ഒരു അപ്പ് മൂവ് തുടർന്നാൽ 25,400, 25,500 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കൊട്ടക് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ അമോൾ അത്താവാലെ പറയുന്നത് 25,000 നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് ലെവൽ ആണെന്നാണ്. ഇതിനു മുകളിൽ സൂചിക ട്രേഡ് ചെയ്യുന്നിടത്തോളം ബുൾസ് മാർക്കറ്റിൽ സ്ട്രോങ് ആയിരിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. പക്ഷേ 25,000 താഴേക്ക് ഒരു മൂവ് വന്നാൽ ഷോർട്ട് ടേമിൽ ട്രേഡർമാർ അവരുടെ ലോങ് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്നതായിരിക്കും അനുയോജ്യമെന്നും അദ്ദേഹം പറയുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ബേസിസിൽ 51,400, 51,000 എന്ന റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിച്ചതോടെ നിഫ്റ്റിക്ക് സമാനമായ ഒരു സെൽ ഓഫിന് ശേഷം 0.39% എന്ന നേരിയ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ വീക്ക്ലി ബേസിസിൽ തുടർച്ചയായി 3ാം ആഴ്ചയും പോസിറ്റീവ് മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്ത് 0.82% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഇവിടെ 50-ഡേ SMA ആയ 51,550 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും ഇത് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ സൂചിക 52,000, 52,500 എന്ന റേഞ്ചിലോട്ട് റാലി ചെയ്തേക്കാമെന്നാണ് അമോൾ അത്തവാലെ പറയുന്നത്. അതേസമയം ഡൗൺ സൈഡിൽ 51,100, 51,000 എന്ന റേഞ്ച് സപ്പോർട്ട് ആയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സർവകാല നേട്ടങ്ങൾ കടന്നു മുന്നേറുമ്പോൾ വരുന്ന വാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,200 ലെവൽ നിർണായകമാണ്. ഹെവി വെയിറ്റ് ആയ HDFC ബാങ്കിന്റെ MSCI ഇൻഡെക്സിലെ ഉൾപ്പെടുത്തലിനൊപ്പം ദലാൽ സ്ട്രീറ്റിൽ $5.5 ബില്യൺ നിക്ഷേപം എത്തുമെന്നാണ് അനുമാനം. ഇതും നിലവിലെ റാലിക്ക് കരുത്ത് പകർന്നേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.